ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത വാല്യം 1 അധ്യായം 6 അന്നയുടെ ശുദ്ധീകരണവും മേരിയുടെ കാഴ്ചവയ്പും. ജെറുസലത്ത് യോവാക്യമും അന്നയും സക്കറിയായോടും എലിസബത്തിനോടും കൂടി സ്നേഹിതരുടെയോ ബന്ധുക്കളുടെയോ ഏതോ ഒരു ഭവനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ശുദ്ധീകരണ കർമ്മത്തിനായി ദേവാലയത്തെ ലക്ഷ്യം വെച്ചാണ് അവർ നടക്കുന്നത്. അന്നയാണ് ശിശുവിനെ വഹിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ നല്ല മാർദ്ദവമുള്ള വെളുത്ത കമ്പിളി തുണിയിൽ പൊതിഞ്ഞ് ഒരുക്കിയിരിക്കുന്നു. എത്ര സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടിയാണ് കുഞ്ഞിനെ വഹിക്കുന്നത് എന്ന് വിവരിക്കാൻ പ്രയാസം. ഇടയ്ക്കിടയ്ക്ക് കമ്പിളിയുടെ അഗ്രം പൊക്കി നോക്കുന്നു, കുഞ്ഞ് ശരിക്കും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ. വീണ്ടും മൂടുന്നു, കാരണം ശൈത്യകാലമാണ്, കഠിനമായ തണുപ്പാണ്. എലിസബത്തിൻ്റെ കയ്യിൽ ഏതാനും പൊതിക്കെട്ടുകളുണ്ട്. യോവാക്യം തൂവെള്ള നിറമുള്ള 2 വലിയ ആട്ടിൻകുട്ടികളെ കയറിൽ പിടിച്ച് വലിച്ചുകൊണ്ടുവരുന്നു. സക്കറിയാസിൻ്റെ കയ്യിൽ ഒന്നുമില്ല. നല്ല ലിനൻ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന അദ്ദേഹം സുന്ദരനായി കാണപ്പെടുന്നു. നല്ല കട്ടിയുള്ള വെള്ള കമ്പിളി കൊണ്ടുള്ള പുറംകുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ ജനനാവസരത്തിൽ കണ്ടതിനേക്കാൾ വളരെ ചെറുപ്പമായി ഇപ്പോൾ തോന്നിക്കുന്നു. അതുപോലെ തന്നെ എലിസബത്തും കൂടുതൽ ഉന്മേഷവതിയായിരിക്കുന്നു. നല്ല പക്വതയുള്ള സ്ത്രീ. അന്ന കുഞ്ഞിനെ നോക്കുമ്പോഴെല്ലാം എലിസബത്തും കുനിഞ്ഞ് ഉറങ്ങുന്ന കുഞ്ഞിനെ ആനന്ദ പാരവശ്യത്തോടെ നോക്കുന്നുണ്ട്. എലിസബത്തും അവളുടെ വയലറ്റ് ഡ്രസ്സിൽ, വയലറ്റ് ഉടുപ്പ്, കൂടുതൽ കടുത്ത വയലറ്റ് നിറത്തിലുള്ള പുറംകുപ്പായം, തോളിൽ മുട്ടിക്കിടക്കുന്ന ശിരോവസ്ത്രം മനോഹരിയായി കാണപ്പെടുന്നു. യോവാക്യമും അന്നയും അവരുടെ ഏറ്റവും വിശിഷ്ടമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. കാഴ്ചയ്ക്ക് നല്ല എടുപ്പ്, നല്ല മഹിമ. യോവാക്യം സാധാരണ ധരിക്കാറുള്ള കടുത്ത ബ്രൗൺ കുപ്പായമല്ല ധരിച്ചിരിക്കുന്നത്. വളരെ കടുത്ത ചുവപ്പ് നിറത്തിലുള്ള ഉടുപ്പാണ്. മനോഹരമായ തൊങ്ങലുകൾ പിടിപ്പിച്ചിട്ടുള്ള പുറംകുപ്പായം ഏറെ ആകർഷകമായിരിക്കുന്നു. ദീർഘചതുരത്തിലുള്ള ഒരു ശിരോവസ്ത്രം അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. തുകൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടുകൊണ്ടാണ് അത് ശിരസിൽ ഉറപ്പിച്ചിരിക്കുന്നത്. എല്ലാം പുതിയതും കൂടിയ ഇനങ്ങളുമാണ്. അന്നയ്ക്ക് ഇന്ന് കറുപ്പ് വസ്ത്രങ്ങളൊന്നും ഇല്ല. നേരിയ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് അന്നയുടേത്. ഉടുപ്പിൻ്റെ കഴുത്തിലും കൈത്തണ്ടയുടെ മണിക്കെട്ടിലും അരയ്ക്കും സ്വർണവും വെള്ളിയും നിറത്തിൽ കാണുന്ന നാടകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ശിരസിൽ നേരിയ പൂമ്പട്ട് വസ്ത്രം. അത് മനോഹരവും കനം കുറഞ്ഞതും വിലപിടിപ്പുള്ളതുമായ ഒരു തകിട് കൊണ്ടാണ് ശിരസിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ള ഒരു മാല കഴുത്തിലുണ്ട്. കയ്യിൽ വളകളും ധരിച്ചിരിക്കുന്നു. കാഴ്ചയ്ക്ക് ഒരു രാജ്ഞിയെപ്പോലുണ്ട്. ഇളം മഞ്ഞ നിറത്തിലുള്ള പുറംകുപ്പായം, അതിൽ ഗ്രീക്ക് ചിത്രപ്പണികൾ. അത് ധരിച്ചിരിക്കുന്ന വിധവും എല്ലാം കൂടി അവളെ ഒരു രാജ്ഞിയാക്കിയിരിക്കുന്നു. നിന്റെ വിവാഹ ദിവസത്തെ പോലിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ കൗമാരം പിന്നിട്ട ഒരു പെൺകുട്ടിയായിരുന്നു. അന്ന് നീ എത്ര സുന്ദരിയും സന്തോഷവതിയുമായിരുന്നെന്ന് ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു എന്ന് എലിസബത്ത് പറയുന്നു. എന്നാൽ ഇന്ന് അന്നത്തേക്കാൾ കൂടുതൽ സന്തോഷം. അതുകൊണ്ട് അതേ വസ്ത്രങ്ങൾ ധരിക്കാമെന്ന് നിശ്ചയിച്ചു. ഇതിനുവേണ്ടി ഞാൻ സൂക്ഷിച്ചു വച്ചു. ഞാൻ ഇങ്ങനെ ധരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. കർത്താവ് നിന്നെ ധാരാളമായി സ്നേഹിച്ചു. ഒരു നെടുവീർപ്പോടെ എലിസബത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിനെ അവിടുത്തേക്ക് നൽകുന്നത്, എൻ്റെ ഈ പുഷ്പത്തെ. സമയമാകുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് എങ്ങനെ ഇതിനെ പറിച്ചു മാറ്റും? എനിക്ക് ഇതില്ലായിരുന്നു എന്നും ദൈവമാണ് ഇത് തന്നതെന്നും ഓർത്തുകൊണ്ട് തന്മൂലം ഞാൻ ഇപ്പോഴാണ് കൂടുതൽ സന്തോഷിക്കുന്നത്. അവൾ ദേവാലയത്തിലാണ് എന്ന് ഓർക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, അവൾ കൃപാസനത്തിങ്കൽ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൾ അവളുടെ അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് സമാധാനമുണ്ടാകും. അവൾ പൂർണ്ണമായും അവൻ്റേതാണ്. എന്നാൽ വൃദ്ധരും സന്തുഷ്ടരുമായ അവളുടെ ഈ മാതാപിതാക്കൾ ഇല്ലാതാകുന്ന കാലത്ത് നിത്യനായ അവൻ അവളുടെ പിതാവായിരിക്കും എന്ന് ഞാൻ പറയും.
അപ്പോൾ എൻ്റെ സമാധാനം കുറെ കൂടി വലുതായിരിക്കും. എന്നെ വിശ്വസിക്കൂ, ഇവൾ ഞങ്ങളുടേതല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രതീക്ഷകളും പ്രാർത്ഥനകളും സഫലമാക്കുന്നതിനും എൻ്റെ കണ്ണീർ തുടച്ചു കളയുന്നതിനും വേണ്ടി ഒരു ദൈവീക ദാനമായി അവളെ എൻ്റെ ഉദരത്തിൽ ദൈവം വച്ചു. അതുകൊണ്ടാണ് അവൾ അവൻ്റേതാണ് എന്ന് ഞാൻ പറയുന്നത്. ഞങ്ങൾ സന്തുഷ്ടരായ സൂക്ഷിപ്പുകാരാണ്. തന്മൂലം ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവർ ദേവാലയത്തിൻ്റെ മതിൽക്കെട്ടിന് സമീപമെത്തി. സക്കറിയാസ് പറയുന്നു, നിക്കാനോർ ഗേറ്റിങ്കിലേക്ക് നിങ്ങൾ പോവുക. ഞാൻ പോയി പുരോഹിതനെ വിവരം അറിയിച്ചിട്ട് വരാം. സക്കറിയാസ് ഒരു വളച്ചുവാതിലിനകത്തേക്ക് നടന്ന് അപ്രത്യക്ഷനാകുന്നു. ഒരു വലിയ മുറ്റവും അതിനു ചുറ്റും പോർട്ടിക്കോകളും കാണാം. ആ ചെറിയ സംഘം മട്ടുപ്പാവുകൾ ഓരോന്നായി നടന്നു കയറുന്നു. ദേവാലയത്തിൻ്റെ മതിൽ സമനിരപ്പിൽ ഒറ്റക്കെട്ടല്ല, പല പല തട്ടുകളായിട്ടാണ്. ഓരോ തട്ടിലും മുറ്റവും പോർട്ടിക്കോകളും മനോഹരമായ മാർബിൾ, പിത്തള, സ്വർണം ഇവ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള വാതിലുകളുമുണ്ട്. ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ടിലേക്ക് കയറാൻ നട കെട്ടിയിരിക്കുന്നു. അവർ ദേവാലയത്തിൽ എത്തുന്നതിന് മുമ്പ് പൊതികൾ അഴിക്കുന്നു. ഏറെ എണ്ണമയവും പരപ്പുമുള്ള അപ്പം, മാവ്, ഒരു കൂട്ടിൽ 2 പ്രാവുകൾ, കുറച്ചു വലിയ വെള്ളി നാണയങ്ങൾ. നാണയങ്ങൾക്ക് വളരെ ഘനമുണ്ട്. ഉടുപ്പുകൾക്ക് കീശയില്ലാത്തത് നന്നായി, കീശയ്ക്ക് താങ്ങാനാവാത്ത നാണയങ്ങൾ. അവർ നിക്കാനോർ ഗേറ്റിങ്കലെത്തി. പിത്തളയിൽ പണിത് വെള്ളി പൊതിഞ്ഞ് വെട്ടിത്തിളങ്ങുന്ന വാതിൽ. അവിടെ സക്രിയാസ് നിൽക്കുന്നു. സ്ഥാനവസ്ത്രങ്ങളണിഞ്ഞ ഒരു പുരോഹിതനും. ശുദ്ധീകരണത്തിനുള്ള ജലം അന്നയുടെ മേൽ തളിക്കുന്നു. അനന്തരം ബലിയർപ്പിക്കാനുള്ള പീഠത്തിലേക്ക് അവളെ നയിക്കുന്നു. കുഞ്ഞ് അവളുടെ കയ്യിലില്ല. ഗേറ്റിന് വെളിയിൽ നിൽക്കുന്ന എലിസബത്താണ് കുഞ്ഞിനെ എടുത്തിരിക്കുന്നത്. യോവാക്യം വളരെ ഉച്ചത്തിൽ കരയുന്ന ആട്ടിൻകുട്ടിയെയും വലിച്ചുകൊണ്ട് അന്നയുടെ പുറകിൽ നടക്കുന്നു. ആടിനെ കൊല്ലുന്നത് കാണാതിരിക്കാൻ ഞാൻ കണ്ണടയ്ക്കുന്നു. അതുതന്നെയാണ് ഞാൻ മേരിയുടെ ശുദ്ധീകരണാവസരത്തിലും ചെയ്തത്. അന്നയുടെ ശുദ്ധീകരണം കഴിഞ്ഞു. സക്രിയാസ് കൂട്ടുകാരനോട് എന്തോ മന്ത്രിക്കുന്നു. അദ്ദേഹം തലകുലുക്കി മന്ദസ്മിതം തൂകുന്നു. അനന്തരം അദ്ദേഹം ആ ചെറിയ സംഘത്തിലേക്ക് ചെന്ന് മാതാപിതാക്കളെ അനുമോദിക്കുകയും കുശലം പറയുകയും ചെയ്യുന്നു. മറ്റേ ആട്ടിൻകുട്ടിയെയും അപ്പവും മാവും അദ്ദേഹത്തിന് അവർ നൽകുന്നു. അപ്പോൾ ഈ കുഞ്ഞ് ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധയാണ് അല്ലേ? ദൈവത്തിൻ്റെ കൃപ അവളുടെ മേലും നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. അന്ന ഇതാ വരുന്നു. അവൾ ഈ കുഞ്ഞിൻ്റെ അധ്യാപകരിൽ ഒരുവളാണ്. ആഷേറിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഫനുവേലിൻ്റെ മകളായ അന്ന. സ്ത്രീയെ ഇങ്ങോട്ട് വരൂ. ഈ ശിശുവിനെ ദേവാലയത്തിന് അവർ കാഴ്ചയായി നൽകുകയാണ്. സ്തുതിയുടെ ഒരു ബലിയായ നീ അവളുടെ ഗുരുനാഥയായിരിക്കും. നിന്റെ നേതൃത്വത്തിൽ കുട്ടി വിശുദ്ധിയിൽ വളർന്നു വരും. മുടിയാകെ നരച്ച അന്ന കുട്ടിയെ കയ്യിലെടുത്ത് താലോലിക്കുന്നു. കുഞ്ഞ് ഈ സമയത്ത് ഉണർന്ന് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന സ്വർണവും വെള്ളിയും എല്ലാം ആ നിഷ്കളങ്കമായ കണ്ണുകൾ അത്ഭുതത്തോടെ നോക്കുന്നു. ചടങ്ങ് അവസാനിച്ചു എന്ന് തോന്നുന്നു. മേരിയെ കാഴ്ചവെക്കുന്നതിന് പ്രത്യേക ചടങ്ങൊന്നും ഞാൻ കാണുന്നില്ല. ഒരു പക്ഷേ പുരോഹിതനോട് പറഞ്ഞാൽ മതിയായിരിക്കാം. എല്ലാറ്റിലും ഉപരിയായി ദേവാലയത്തിൽ വന്ന് ദൈവത്തോട് പറഞ്ഞാൽ മതിയായിരിക്കണം. ദേവാലയത്തിലേക്കുള്ള കാഴ്ച കൊടുത്തിട്ട് കഴിഞ്ഞ വർഷം ആ പ്രകാശം കണ്ട സ്ഥലത്തേക്ക് എനിക്ക് പോയാൽ കൊള്ളാം. ഫനുവേലിൻ്റെ പുത്രി അന്നയോടുകൂടി അവർ ദേവാലയത്തിലേക്ക് പോകുന്നു. എന്നാൽ അവർ സ്ത്രീകളായതുകൊണ്ട് ദേവാലയത്തിനുള്ളിലേക്ക് ശരിക്ക് കടക്കുന്നില്ല. കാഴ്ചവയ്ക്കുന്നത് ഒരു പെൺകുട്ടിയെ ആയതുകൊണ്ടും മേരി തൻ്റെ പുത്രനെ കാഴ്ചവയ്ക്കാൻ പോയ അത്രടം ഇവർ പോകുന്നില്ല. വളരെ വിശാലവും തുറന്നു കിടക്കുന്നതുമായ ദേവാലയവാതിൽക്കൽ അവർ നിൽക്കുന്നു. ഉള്ളിൽ പകുതി ഇരുട്ടാണ്. അതിനുള്ളിൽ നിന്ന് പെൺകുട്ടികളുടെ മധുരമായ ഗാനം കേൾക്കാം. അതിമനോജ്ഞമായ വിളക്കുകൾ കത്തി സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം പരത്തുന്നു. ആ പ്രകാശത്തിൽ 2 തട്ടങ്ങളിൽ കാണുന്ന ലില്ലിപ്പൂക്കൾ വെള്ള ശിരോവസ്ത്രമണിഞ്ഞ പെൺകുട്ടികളുടെ കുനിഞ്ഞ ശിരസുകൾ പോലെ നിൽക്കുന്നു. 3 വർഷത്തിനുള്ളിൽ എൻ്റെ ലില്ലി
നീയും അവിടെ ആയിരിക്കും എന്ന് അന്ന മേരിയോട് പറയുന്നു. കുഞ്ഞു മേരി ഉത്സാഹത്തോടെ ഉള്ളിലേക്ക് നോക്കുകയും പാട്ട് കേട്ട് പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ തോന്നുന്നു. ഫനുവേലിൻ്റെ പുത്രി അന്ന പറയുന്നു, എത്ര അഴകുള്ള കുട്ടി! എൻ്റെ സ്വന്തം എന്ന പോലെ അവൾ എനിക്ക് പ്രിയപ്പെട്ടവളായിരിക്കും. എനിക്ക് അതിനവസരമുണ്ടായാൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വാക്കു തരുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും. വിശുദ്ധ ബാലികമാരുടെ കൂടെ അവളെയും നീ സ്വീകരിക്കും. ഞാനും അന്നു വരും. ഞങ്ങൾക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ പ്രാർത്ഥിക്കണമെന്ന് അവളോട് പറയുവാനായി ഞാനും വരും എന്ന് പറഞ്ഞുകൊണ്ട് സക്കറിയാസ് ഭാര്യയെ നോക്കുന്നു. എലിസബത്ത് അത് മനസ്സിലാക്കി നെടുവീർപ്പിടുന്നു. കർമ്മം കഴിഞ്ഞു. ഫനുവേലിൻ്റെ പുത്രി അന്ന തിരിച്ചുപോയി. ആ ചെറു സംഘം പരസ്പരം സംസാരിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് നടന്നു നീങ്ങുന്നു. യോവാക്കീം പറയുന്നത് കേൾക്കുന്നു. ഏറ്റവും നല്ല 2 ആട്ടിൻകുട്ടികളല്ല, എനിക്കുള്ള എല്ലാ ആട്ടിൻകുട്ടികളെയും കൊടുത്തേക്കാം. ഈ സന്തോഷത്തിനും ദൈവത്തിൻ്റെ സ്തുതിക്കും വേണ്ടി വേറൊന്നും ഞാൻ കാണുന്നില്ല. ഈശോ പറയുന്നു. സോളമൻ തൻ്റെ ജ്ഞാനത്തിൽ പറയുന്നു, ശിശുവായിരിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. വാസ്തവത്തിൽ തൻ്റെ നഗരത്തിൻ്റെ കോട്ടകൾക്കുള്ളിൽ നിന്ന്, തൻ്റെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് നിത്യമായ ജ്ഞാനം നിത്യകന്യകയോട് പറയുന്നു, എൻ്റെ പക്കൽ വരിക. അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു. പിന്നീട് ഏറ്റവും പരിശുദ്ധിയായ കന്യകയുടെ സുതൻ പറയും, കൊച്ചുകുട്ടികൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ. എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാകുന്നു. അവരെ പോലെ ആകാത്തവർക്ക് എൻ്റെ രാജ്യത്തിൽ ഒരു പങ്കും ഉണ്ടായിരിക്കുകയില്ല. ഈ സ്വരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. സ്വർഗത്തിൽ നിന്നുള്ള പിതാവിൻ്റെ സ്വരം കുഞ്ഞുമേരിയോട് എൻ്റെ പക്കൽ വരിക എന്ന് പറയുമ്പോൾ, മനുഷ്യപുത്രൻ്റെ സ്വരം പറയുന്നു, തൻ്റെ അമ്മയെ ഓർത്തുകൊണ്ട് പറയുന്നു, കൊച്ചുകുട്ടികളെപ്പോലെ ആകാമെങ്കിൽ എൻ്റെ പക്കലേക്ക് വരിക എന്ന്. ഞാൻ എൻ്റെ അമ്മയെ നിങ്ങൾക്ക് മാതൃകയായി നൽകുന്നു. ഒരു പ്രാവിൻ്റേതുപോലെ നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടു കൂടിയ പൂർണ്ണ കന്യക ഇതാ. ദുഷിച്ചതും വക്രതയുള്ളതും കപടവുമായ ഒരു ലോകത്തിൽ അനേക വർഷം നീണ്ട ജീവിതം, യാതൊരു വിദ്വേഷവും ജനിപ്പിക്കാത്ത ധന്യമായ ജീവിതം. കാരണം അവൾക്ക് ലോകത്തിൻ്റേത് ഒന്നും വേണ്ട. മേരിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ എൻ്റെ പക്കലേക്ക് വരിക. നീ അവളെ കാണുന്നുണ്ടല്ലോ, എന്നോട് പറയൂ, ഒരു ശിശുവായിരുന്നപ്പോഴുള്ള അവളുടെ നോട്ടം, കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോഴത്തേതിൽ നിന്നോ പന്തക്കുസ്താ ദിനത്തിലുണ്ടായ ആനന്ദത്തെപ്പോഴത്തേതിൽ നിന്നോ അവസാനം അവളുടെ കൺപോളകൾ അടഞ്ഞപ്പോഴത്തേതിൽ നിന്നോ വ്യത്യസ്തമാണോ? അല്ല. ഇപ്പോഴിതാ അത്ഭുതം തിങ്ങുന്ന ഉറയ്ക്കാത്ത തരത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ നോട്ടം. പിന്നീട് മംഗളവാർത്തയിൽ വിസ്മയവും വിനയവും നിറഞ്ഞ നോട്ടം. ബെത്ലഹേമിൽ സന്തോഷം നിറഞ്ഞ അമ്മയുടെ നോട്ടം. പിന്നീട് എൻ്റെ ആദ്യത്തേതും ഏറ്റവും ശ്രേഷ്ഠമായ ശിഷ്യയുടെ ആരാധനാപൂർവമായ നോട്ടം. പിന്നീട് ഗാഗുൽത്തായിൽ പീഡിതയായ അമ്മയുടെ വേദന നിറഞ്ഞ നോട്ടം. അനന്തരം ഉയിർപ്പിൻ്റെയും പന്തക്കുസ്തായുടെയും പ്രകാശപൂർണമായ നോട്ടം. പിന്നീട് പരമസുഷുപ്തിയിലാണ്ട അവസാന നോട്ടത്തിൻ്റെ സാവധാനത്തിലുള്ള മറ. എന്നാൽ ആദ്യത്തെ നോട്ടത്തിനായി ആ കണ്ണുകൾ തുറക്കുമ്പോഴും ക്ഷീണിതമായി അവസാനത്തിൽ പ്രകാശത്തിന് അവ അടയുമ്പോഴും അവളുടെ കണ്ണുകൾ ധാരാളം സന്തോഷവും ഭീകരതയും കണ്ട ആ കണ്ണുകൾ തെളിവുറ്റതും നിർമ്മലവും ശാന്തവുമായ ആകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവളുടെ നെറ്റിത്തടത്തിന് താഴെ പ്രകാശിച്ചിരുന്നത്. പക, വിദ്വേഷം, അസത്യം, അഹങ്കാരം, ജഡികത, വിരോധം, ജിജ്ഞാസ എന്നിവയൊന്നും അവയുടെ പുക പിടിച്ച മേഘങ്ങളാൽ ആ കണ്ണുകളെ മലിനമാക്കിയില്ല. ദൈവത്തെ സ്നേഹപൂർവ്വം നോക്കുന്ന കണ്ണുകളാണ് അവ. അത് കരച്ചിലിലും ചിരിയിലും ദൈവത്തെ പ്രതി സ്നേഹിക്കുകയും എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നു. ദൈവസ്നേഹ നിമിത്തം തിന്മയുടെ ആക്രമണങ്ങൾക്ക് അവയെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല.
തിന്മ കണ്ണുകളെ ഉപകരണമാക്കിയാണ് പലപ്പോഴും ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിർമ്മലവും പ്രശാന്തവും അനുഗ്രഹം ചൊരിയുന്നതും ദൈവത്തിൻ്റെ സ്നേഹിതരായ വിശുദ്ധരുടേതുപോലെ നിഷ്കളങ്കവുമായ നോട്ടമാണ് അവളുടേത്. ഞാൻ പറഞ്ഞു, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. നിങ്ങളുടെ കണ്ണ് നല്ലതായിരുന്നാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായിരിക്കും. നിങ്ങളുടെ കണ്ണ് രോഗമുള്ളതായിരുന്നാൽ ശരീരം മുഴുവൻ അന്ധകാരമായിരിക്കും. ആത്മാവിന് പ്രകാശവും ശരീരത്തിനും രക്ഷയും നൽകുന്ന ഇപ്രകാരമുള്ള കണ്ണുകളാണ് വിശുദ്ധർക്കുണ്ടായിരുന്നത്. കാരണം മേരിയെപ്പോലെ ജീവിതകാലം മുഴുവൻ അവർ ദൈവത്തെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ. മാത്രമല്ല, അവർ ദൈവത്തെ ഓർത്തിരുന്നു. എൻ്റെ ചെറിയ ശബ്ദമേ, ഈ വാക്കിൻ്റെ അർത്ഥം നിനക്ക് ഞാൻ വിശദമാക്കി തരാം.